അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നട്ട പതിരാ സമയത്തും പുണ്യ രാപ്പകലുകളിലും പുണ്യഭൂമിയിലും അള്ളാഹുവിനോട്, പടച്ച റബ്ബിനോട് കേണപേക്ഷിച്ച് ദുആ ചെയ്താൽ പോലും അള്ളാഹ്ക്ക് പ്രാർത്ഥന വേണ്ടാത്ത 4 വിഭാഗം ആളുകളെ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. 1. മുദ്മിനുൽ ഖംർ, കള്ള് നിത്യമായി ഉപയോഗിക്കുന്നവർ. 2. വഅഖുലി വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. മാതാവ്, പിതാവ് ഇവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ആരുമില്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാറോടണക്കണം നാം മാതാപിതാക്കളെ. അവിടെയാണ് നമ്മുടെ പൊരുത്തം. 3. വഖാത്തുർ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവർ. നിസാര വിഷയത്തിനു വേണ്ടി, അതിർ തർക്കത്തിന്റെ പേരിൽ പരസ്പരം അകന്നു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ. മരിച്ചാലും മയ്യത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കരുത് എന്ന് വസിയത്ത് ചെയ്യുന്ന ആളുകൾ. ശ്രദ്ധിക്കണേ, മരിച്ചു പോവണം. ആഖിറമുണ്ട്, ഖബറുണ്ട്, ഹിസാബുണ്ട് എന്ന ചിന്തയുണ്ടാവണം. ഒരു വട്ടമേശയുടെ മുമ്പിൽ ഇരുന്നാൽ എല്ലാം തീരുന്നതാണ് നമ്മുടെ വിഷയങ്ങൾ. മരിക്കുന്നതിന്റെ മുമ്പ് എല്ലാ കറകളും തീർത്ത് പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ച് സന്തോഷത്തോടുകൂടെ കലിമ ചൊല്ലി മരിക്കണ്ടേ നമുക്ക്. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉടയവർ, സ്വന്തം കൂടപ്പറപ്പുകൾ, സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, സ്വന്തം ഉമ്മ, സ്വന്തം ഉപ്പ, സ്വന്തം പെങ്ങൾ, സ്വന്തം ആങ്ങള, സ്വന്തം എന്ന് പറയുന്ന പലവരും നിസാര വിഷയങ്ങൾക്ക് വേണ്ടി അകന്നു കഴിയുന്നവർ. അവരെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കണ്ടേ കണ്ണടക്കുന്നതിന്റെ മുമ്പ്. 4. മുഷാഇനും, പരസ്പരം തർക്കിക്കുന്നവർ, കലഹങ്ങൾ കൂടുന്നവർ, മനസ്സിന്റെ ഉള്ളിൽ കിബറുകളും പോരുകളുമായി ഛിദ്രതയുണ്ടാക്കുന്നവർ. ഇവർ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ ഒന്നുമുണ്ടാകില്ല. ചെയ്ത നിസ്കാരങ്ങൾ, അമലുകൾ, ഹജ്ജുകൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവൻ സ്വർഗത്തിലേക്ക് പോകും. നമ്മളുടെ കണക്കിൽ 0യാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നമ്മുടെ അമലുകൾ നമുക്കുണ്ടാവണം. നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടേതാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം വെളിപ്പാടകലെത്തി നിൽക്കുകയാണ്. മുത്തുനബിയുടെ മദ്ഹുകൾ പാടി പറഞ്ഞ് വീടുകൾ ധന്യമാക്കാൻ നാം ഒക്കെ തയ്യാറാവണം. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു വട്ടെങ്കിലും അള്ളാന്റെ ഹബീബിനെ സ്വപ്നത്തിലൊന്ന് കാണാൻ നമുക്ക് കഴിയണം. സ്വലാത്തുകൾ അധികരിപ്പിക്കണം. മദീനയുടെ റൗളയുടെ ചാരത്തിലൂടെ ഹബീബിന് സ്വലാത്ത് ചൊല്ലി നമുക്ക് നടക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ മുത്തുനബിയോടുകൂടെ സ്വർഗത്തിൽ കടന്ന് ലിഖാഇനെയും ആദരവായ മുത്തുനബികളെ തൃക്കല്യാണത്തെയും കാണാൻ നമുക്ക് അള്ളാഹു വിധി കൂട്ടട്ടെ. തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.